പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്നിപ്പം ഏതാണ് ദിവസം? ഇന്ന് സെപ്റ്റംബർ 12 വ്യാഴാഴ്ച, അതായത് ചിങ്ങം 27. ചിങ്ങം 27. ചിങ്ങം 30-നാണോ പോകണം? എന്താണെങ്കിലും എല്ലാവർക്കും ഒരു നല്ലൊരു വ്യാഴാഴ്ച ആശംസിച്ചുകൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് കടക്കാം അല്ലെ? അപ്പൊ എന്താണ് ഇന്നത്തെ പ്രധാന വാർത്ത? പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും ഭയങ്കരമായിട്ട് ഒരു സങ്കടത്തിലാഴ്ത്തിയായിരുന്നു നമ്മുടെ വയനാട്ടിൽ നടന്ന ദുരന്തം, ഉരുൾപൊട്ടല്. ആ ദുരന്തത്തില് ഒരു കുടുംബത്തിലുള്ള 9 പേരും മരിച്ച് ഒറ്റപ്പെട്ടു പോയ ശ്രുതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് ആകെ ആശ്രമായിട്ടുണ്ടായിരുന്നത് അവളുടെ പ്രതിശ്രുത വരനായ ജെൻസൺ ആയിരുന്നു. കഴിഞ്ഞ ദിവസം ജെൻസൺ ഒരു അപകടം സംഭവിച്ച് ഇന്നലെ 9 മണിയൊക്കെ ആയപ്പോഴത്തേനും ജെൻസൺ ശ്രുതി വിട്ട് പോയിരിക്കുകയാണ്. വളരെ ഒരു സങ്കടകരമായ ഒരു കാര്യമാണ് പ്രധാന വാർത്തയായിട്ട് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് ഒരു കുടുംബത്തിലെ എല്ലാവരും അറ്റുപോയപ്പോഴത്തേക്കും പിടിച്ചു നിൽക്കാൻ ഒരു കൈത്താങ്ങായ വരൻ, പ്രതിശ്രുത വരൻ, ഇപ്പം അയാളും അവളെ വിട്ടു പോവാണ്. ആ പെൺകുട്ടിയുടെ ഒരു അവസ്ഥ ഭയങ്കരമായിരിക്കും അല്ലേ? അവളെ സ്നേഹിച്ച എല്ലാരും അവളെ വിട്ട് പോകുന്ന ഒരു അവസ്ഥ ഭയങ്കര സങ്കടകരമാണ്. 9 പേരും നഷ്ടപ്പെട്ടിട്ടും അവൾ എന്നിട്ടും പിടിച്ചു നിന്നു. ഒരാളെങ്കിലും എനിക്ക് ഉണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസത്തിൽ നിന്നു. പക്ഷെ എന്നിട്ടും വിധി അവളുടെ കൂടെ നിന്നില്ല. ഒരു കുടുംബം പോലെ തന്നെ ജെൻസിന്റെ അച്ഛനും അമ്മയാണെങ്കിൽ പോലും ശ്രുതിനെ ഭയങ്കര കാര്യമായിട്ട് തന്നെയാണ് ആ ഒരു എല്ലാം സ്വീകരിച്ചത്. അച്ഛനും അമ്മയും ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു പോയപ്പോഴത്തേക്കും ശ്രുതിനെ കൈപിടിച്ചുയർത്തിയതൊക്കെ വലിയ വാർത്തകളായിരുന്നു. അന്ന് നമ്മളെല്ലാവരും അത് ഭയങ്കര വേദനയിലൊരു സുഖമുള്ളൊരു സന്തോഷ വാർത്തയായിരുന്നു നമ്മളത് കണ്ടിരുന്നത്. പക്ഷെ അത് ആ ഒരു സന്തോഷത്തിന് പോലും ഒരുപാട് നാളത്തെ ഒരു ജീവൻ കൊടുത്തില്ല. അതായത് ആ ഒരു സന്തോഷകരമായ വാർത്തയും ഇപ്പോൾ പൊലിഞ്ഞു പോയിരിക്കുകയാണ്. ജെൻസണും മരിച്ചിരിക്കുകയാണെന്നാണ് ഇപ്പോഴത്തെ ന്യൂസ്. എല്ലാ പത്രങ്ങളുടെയും പ്രമുഖ വാർത്തകളായിട്ട് ഇപ്പൊ അതാണ് നമ്മളെ പറ്റി അറിയാൻ സാധിക്കുന്നത്. ശ്രുതിയുടെ ഒപ്പം കഴിഞ്ഞ ദിവസം ചുരം വ്യൂ പോയിന്റ് കാണാനായിട്ട് വാനിൽ ഇവര് പോവുകയായിരുന്നു. അപ്പോഴാണ് വാനിൽ ബസ് വന്നിടിച്ച് അപകടം ഉണ്ടായത്. അപ്പം തന്നെ ആന്തരിക രക്തസ്രാവം ഒക്കെ ഉണ്ടായി വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ശ്രുതിയോട് പക്ഷെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ നില വഷളായതിനു ശേഷം ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജെൻസൺ മരണത്തിന് കീഴ്പ്പെട്ടത്. അതായത് തമ്മിൽ ഒരു 10 വർഷത്തെ പ്രണയമായിരുന്നു. ആ പ്രണയത്തിനൊടുവിൽ ജൂണിൽ വിവാഹം കഴിക്കാമെന്ന് നിശ്ചയിച്ച് ഇരുന്നവര് വിവാഹ നിശ്ചയവും നടത്തി ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചൂരൽമല ദുരന്തം വരുന്നത്. അതില് വീട്ടിലുള്ള എല്ലാവരും നഷ്ടപ്പെടുകയും സഹോദരിയും അച്ഛനും അമ്മയും അടക്കം എല്ലാവരും മരണപ്പെട്ടു. അതിനുശേഷം കൈത്താങ്ങായിരുന്നത് ജെൻസന്റെ കുടുംബവും ജെൻസണുമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ജെൻസണും വിടവാങ്ങി. ജെൻസണും ശ്രുതിയും ദീർഘനാളായ പ്രണയത്തിലായിരുന്നു. വീട്ടുകാരുടെ സമ്മതം ലഭിച്ചതോടെ 2 മാസം മുമ്പ് വിവാഹ നിശ്ചയം നടന്നു. വിവാഹം പിന്നീട് ആഘോഷമായി നടത്താമായിരുന്നായിരുന്നു തീരുമാനം. ഇതിനിടെയാണ് ഉരുൾപൊട്ടൽ ദുരന്തമെത്തിയത്. ചൂരൽമലയിലെ സ്കൂൾ റോഡിലായിരുന്നു ശ്രുതിയുടെ വീട്. മേപ്പാടി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ശ്രുതിയുടെ അമ്മ സബിത, അച്ഛൻ ശിവന് കൂലിപ്പണിയും ഒരു സഹോദരിയും ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ടു. എന്താണെങ്കിലും ദുരന്തങ്ങൾ ശ്രുതിയെ പിന്നെയും തളർത്തുകയാണ്. എന്നാൽ പോലും ജീവിതത്തിൽ ഇനിയും മുന്നോട്ട് പോകാനുള്ള ധൈര്യം കുട്ടിക്ക് എങ്ങനെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ പിന്നെ ജെൻസനെ നമുക്ക് ആദരാഞ്ജലി നേരാം എന്നല്ലാതെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വരെ പറയാൻ പറ്റും. കാരണം സങ്കടകരമായ ഒരു കാഴ്ചയാണ്. സങ്കടത്തോടെ നമുക്ക് ഒരു ആശ്വാസവാക്ക് പറയാൻ പോലും നമുക്ക് പറ്റില്ല എന്നുള്ളതൊരു വേദനാജനകമായ കാര്യം തന്നെയാണ് അല്ലേ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത വാർത്തകളിലേക്ക് പോകാം അല്ലേ? അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത എന്താണെന്നുള്ളതെന്ന് വെച്ചാൽ അജിത് കുമാർ സാറിന്റെ കേസിനെ പറ്റി തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഒരു കുറെ നാളായിട്ട് ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 ആഴ്ച കൂടുതലായില്ലേ ഇപ്പം? അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോ അത് വാർത്തകൾ തന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ 2 ആഴ്ചയായിട്ടും ഈ ന്യൂസ് ഇങ്ങനെ പോയിട്ടും നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോഴും മൗനം പാലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോഴും അത് ADGPയെ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഇപ്പോഴും നിലകൊള്ളുന്നത്. അതായത് ഇടതുമുന്നണി യോഗത്തിൽ CPI, RJD, NCP എന്നീ ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതായത് ADGPക്കെതിരെ ആക്ഷൻ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും മുഖ്യമന്ത്രി ഇതുവരെ അതിനൊന്നും സമ്മതിച്ചിട്ടില്ല.
മുഖ്യമന്ത്രി ഇപ്പോഴും ADGPനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം മുഖ്യമന്ത്രി ഇപ്പോഴും നിലകൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്ര വലിയ CPIയോ RJDയോ NCP എന്നീ ഘടകകക്ഷികൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഇതിനെതിരെ ആക്ഷൻ എടുക്കണമെന്ന്, നടപടി വേണമെന്ന് പറഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയും ഒരു ആക്ഷൻ എടുക്കാൻ തുനിഞ്ഞിട്ടില്ല എന്നത് വളരെ ഒരു സംശയാസ്പദമായ ഒരു കാര്യമാണെന്ന് പറയാം അല്ലെ. കാരണം ഇത്രയും നാളായിട്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് നടന്ന ഒരു കാര്യം, അതായത് ഉന്നതതല ഉദ്യോഗസ്ഥൻ, ഒരു പോലീസിന്റെ ഉന്നത തലത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥന് നേരെ ഇത്രയും വലിയ ഒരു കുറ്റകൃത്യം നടന്നു എന്ന് പറയുമ്പോഴും അതിനെതിരെ ഇതുവരെയും ഒരു നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി ഇതുവരെ തയ്യാറായിട്ടില്ല. ആരോപണം ഉയർന്നതിന്റെ പേരിൽ ഏകപക്ഷീയമായ നിലപാട് സ്വീകരിക്കില്ലെന്നും DGPയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അന്വേഷണം പൂർത്തിയായ ശേഷം തീരുമാനമെടുക്കാമെന്നുമാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. പക്ഷെ ഇങ്ങനെ അല്ലായിരുന്നല്ലോ കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ മുഖ്യമന്ത്രിയുടെ പ്രതികരണങ്ങൾ. പ്രതിപക്ഷങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കല്ലെറിയുന്ന ടീമുകളായിരുന്നു. ഇപ്പൊ പറയുന്നത് ആരോപണങ്ങൾ കൊണ്ട് മാത്രം ഒരാൾ കുറ്റക്കാരനാവുന്നില്ലെന്നാണ് ഇപ്പൊ മുഖ്യമന്ത്രി പറയുന്നത്. ഡബിൾ സ്റ്റാൻഡ് എന്നൊക്കെ പറയുന്ന രീതിയല്ലേ. അതെ, മുഖ്യമന്ത്രിക്ക് ഇപ്പൊ പുള്ളിയുടെ ആൾക്കാരെയല്ലേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് തീർച്ചയായിട്ടും. പക്ഷെ പുള്ളിയുടെ ആളെ സേവ് ചെയ്യുന്നതിലുപരി തെറ്റിനുള്ള നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തെളിവുകളടക്കം നമ്മൾ ന്യൂസിൽ വന്നിട്ടും അതിനെതിരെയും ഒരു നടപടി സ്വീകരിക്കാത്തത് ഭയങ്കര തെറ്റ് തന്നെയാണ് അല്ലേ. ഈ വിഷയത്തിൽ ഗവർണറും ഇടപെട്ടിട്ടുണ്ട്. ഇടത് MLA PV അൻവർ ഉയർത്തിയ ഗുരുതര ആരോപണങ്ങളിൽ മുഹമ്മദ് ആരിഫ് ഖാൻ ആണെങ്കിൽ മുഖ്യമന്ത്രിക്ക് കത്തയച്ചിട്ടുണ്ട്. MLAയുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഫോൺ ചോർത്തൽ സംബന്ധിച്ച ഗുരുതരമായ വിഷയത്തിൽ സർക്കാർ ഇതിനകം കൈക്കൊണ്ട നടപടികൾ അടിയന്തരമായി ബോധ്യപ്പെടുത്തണമെന്നാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ലെന്ന് LDF പറഞ്ഞിട്ടുണ്ട് അല്ലെ മരിയ. തെറ്റ് ചെയ്തവരെ ഒരു കാരണവശാലും സംരക്ഷിക്കില്ലെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പറഞ്ഞു. കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന സർക്കാർ നിലപാടിന് LDF സർവ്വ പിന്തുണയും നൽകുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനായിരുന്നു. ഈ അധ്യക്ഷതയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് തന്നെ നടപടി എടുക്കത്തില്ലെന്നും പറയുന്നത്. അതായത് LDF തന്നെ ഇപ്പൊ ഒരു കടുത്ത ഭിന്നത വന്നുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയാം അല്ലെ. അത് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. LDFൽ ഇപ്പൊ ഭിന്നതയാണെന്നുള്ള ഒരു ന്യൂസ് ജന്മഭൂമി ഇപ്പൊ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ADGP അജിത് കുമാറിനെ മാറ്റണമെന്നാണ് CPIയും ഘടകകക്ഷികളും ആവശ്യപ്പെടുന്നത്. എന്നാൽ അന്വേഷണം റിപ്പോർട്ട് പുറത്തു വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതെ, അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ പ്രതികരിക്കാവൂ എന്ന് പറയുന്നതിനകത്തൊരു ലോജിക്ക് ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചില സമയത്ത് നമ്മൾ ആക്ഷൻ സഡൻ എടുത്തില്ലെങ്കിൽ വീണ്ടും തെറ്റുകൾ, അതായത് പ്രത്യേകിച്ച് ഒരു പോലീസ് മേധാവിയാണ് ഇദ്ദേഹം. അപ്പൊ ഇദ്ദേഹത്തിന് തെളിവുകൾ സൃഷ്ടിക്കാനും നശിപ്പിക്കാനുമുള്ള ഒരു പിടിപാടൊക്കെ അറിയാം. അപ്പൊ നമ്മൾ ഇതിനെ അത്രത്തോളം വൈകിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് രക്ഷപ്പെടാനുള്ള സാഹചര്യവും കൂടി വരികയാണെന്നാണ് എന്റെ ഒരു അഭിപ്രായം അല്ലേ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തൊക്കെയാണെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരം സർക്കാർ ഉടനടി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത, അത് നമ്മൾ കുറെ നാള് സംസാരിച്ചുകൊണ്ടിരുന്ന ഹേമ കമ്മിറ്റിയെ പറ്റിയാണ്. കുറച്ചും കൂടെ ന്യൂസ് ഇന്ന് ഹേമ കമ്മിറ്റിയെ പറ്റിയുണ്ട്. ഹേമ കമ്മിറ്റിയെ പറ്റി സംസാരിക്കാൻ വേണ്ടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലീസിന് കൈമാറാണ്. അതായത് ആശങ്കയോടെ ഇരിക്കുകയാണ് ഇപ്പൊ സിനിമാ ലോകം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന ഹൈക്കോടതി ഉത്തരവിൽ സിനിമാ ലോകത്ത് ആശങ്ക. മൊഴികളുടെ അടിസ്ഥാനത്തിൽ ആരുടെയൊക്കെ പേരിൽ കേസുണ്ടാകും എന്നതാണ് പ്രധാന വിഷയം. മുൻനിര താരങ്ങളും സംവിധായകരും ഉൾപ്പെടെ നിയമവിദഗ്ധരുമായി കൂടിയാലോചന തുടങ്ങി. പരാതിയില്ലെങ്കിലും ഗുരുതരമായതും അല്ലാത്തതുമായ കുറ്റകൃത്യങ്ങൾ ഉണ്ടെങ്കിൽ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിവരമായി കണക്കിലെടുത്ത് നടപടിയെടുക്കാമെന്ന ഹൈക്കോടതി നിർദ്ദേശം അപകടമുണ്ടാക്കുമെന്നാണ് സിനിമാ മേഖലയുടെ വിലയിരുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റി ഒത്തിരി ന്യൂസുകളൊന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഭയങ്കരമായ വലിയ ന്യൂസുകളൊക്കെ വന്നിട്ടുണ്ട്. പോലീസിന് കൊടുക്കുന്നതുകൊണ്ട് അവര് ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കുകയാണ്. ആരുടെയൊക്കെ പേര് പുറത്തു വരും, ഏതൊക്കെ സംവിധായകരുണ്ട് എന്നുള്ള കാര്യത്തിൽ. ബ്രോഡാഡിയുടെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു വ്യക്തിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് മലയാള മനോരമയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോഡാഡിയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു പൃഥ്വിരാജ് ആയിരുന്നു സംവിധാനം ചെയ്തത്. അപ്പൊ പൃഥ്വിരാജ് ഇതിനെതിരെ സ്റ്റേറ്റ്മെന്റ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞപ്പോ തന്നെ ആളെ പറഞ്ഞു വിട്ടു എന്നുള്ള രീതിയിലൊക്കെ പൃഥ്വിരാജ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിവിൻ പോളിയുടെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന്
ന്യൂസ് ഉണ്ട്. നിവിൻ പോളി അത് ഓൾറെഡി ചർച്ചാ വിഷയം ചെയ്തതാണ്. നിവിൻ പോളി അതിനെതിരെ ശക്തമായ ഒരു പ്രതികരണമായിട്ട് നമ്മൾ രംഗത്ത് എത്തിയിരുന്നു. ആ സമയത്ത് നിവിൻ പോളി ഇപ്പോൾ കേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാമുക്കോയുടെ മകൻ ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. മാമുക്കോയ പീഡിപ്പിച്ചു എന്നും പറഞ്ഞൊരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യൂസിനെതിരെ മാമുക്കോയുടെ മകൻ, മാമുക്കോയ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ മാമുക്കോയുടെ മകൻ അതിനെതിരെ ഒരു കേസ് കൊടുത്തിട്ടുള്ളതായിട്ട് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ സാന്ദ്ര തോമസ്, നിർമ്മാതാവായ സാന്ദ്ര തോമസും ഷീല കുര്യനും നേതൃത്വത്തിന് കത്തയച്ചിട്ടുണ്ട് പുതിയൊരു കമ്മിറ്റി വേണമെന്ന്. അതായത് നിലവിലെ ഭാരവാഹികൾക്കെതിരെ ഇപ്പം രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് നടക്കുന്നത്. അപ്പൊ അത് അസോസിയേഷന്റെ ധനസമാഹരണത്തിനായിട്ട് സംഘടിപ്പിച്ച ഒരു സ്റ്റേജ് ഷോയിൽ 95% നിർമ്മാതാക്കളെ അവർ ക്ഷണിച്ചിരുന്നില്ല. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ മുൻനിർത്തി അവര് പറയുന്നത് പുതിയ ഒരു കമ്മിറ്റി വേണമെന്നാണ് സാന്ദ്ര തോമസ് അഭിപ്രായപ്പെടുന്നത്. അതുപോലെ തന്നെ WCC ഇന്നലെ മുഖ്യമന്ത്രിയുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അല്ലേ? റിമാക്കല്ലിംഗലും WCC അംഗങ്ങൾ, അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി ഏറ്റവും കൂടുതൽ ചുക്കാൻ പിടിച്ചതും ഒരു പക്ഷേ ഉള്ളൂ WCC ഒരു വലിയൊരു അംഗത്വം പുലർത്തിയിരുന്നു. അപ്പം അവര് ഭയങ്കരമായിട്ട് സംസാരിച്ചിട്ടൊക്കെ അവരുടെ മൊഴിക്ക് സ്വകാര്യത ഉറപ്പാക്കണമെന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയേക്കാം. മൊഴി ഉറപ്പാക്കണമെന്ന്, സ്വകാര്യതയ്ക്ക് ഉറപ്പാക്കണമെന്ന്. ശരി, അവര് പറഞ്ഞ മൊഴി സേഫ് ആയിരിക്കണം. കാരണം ഈ അതിജീവിത എന്ന് പറയുന്ന പരാതിക്കാരികൾക്ക് എപ്പോഴും അവരുടെ ഒരു പേഴ്സണൽ സ്പേസ്, അത് പബ്ലിക്കില് ഇനി അവർക്ക് ജീവിക്കേണ്ടതാണ്. അപ്പൊ അവരുടെ ഒരു മൊഴി എപ്പോഴും അവര് സേഫ് ആയിട്ട് തന്നെ വെക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ആ സേഫ്റ്റി ഉറപ്പാക്കണം. കാരണം ഇപ്പൊ തന്നെ ഒരുപാട് പരാതിക്കാരികളുടെ ഫോട്ടോ അടക്കം ഇങ്ങനെ സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതായത് ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു, ഒരുപാട് നിവിൻ പോളിയുടെ കേസിൽ പരാതി നൽകിയ വനിതയുടെ ഫോട്ടോ യൂട്യൂബിൽ കാണിച്ചതിന് 13 യൂട്യൂബേഴ്സിനെതിരെ പരാതികളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഇപ്പൊ മൊഴി നൽകിയത് സ്വകാര്യത ഉറപ്പുവരുത്തണമെന്ന് ഇപ്പൊ ചർച്ച വരുന്നത്. കാരണം നമ്മളിപ്പോ ഒരു മൊഴി കൊടുത്തു, നമ്മളെ അപ്പൊ ഈ മീഡിയാസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് പബ്ലിക്കലി ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്ക് പിന്നെ പബ്ലിക്കിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. നമ്മളെ പിന്നെ സമൂഹം പിന്നെ നോക്കിക്കാണുന്നത് നമ്മളെന്തോ തെറ്റ് ചെയ്തത്, അതായത് മൊഴി നൽകിയവരെന്തോ തെറ്റ് ചെയ്തത് പോലെയാണ് ഈ സമൂഹം ചില സമയത്തൊക്കെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മൊഴി സേഫ് ആയിട്ടിരിക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമാണ്. കറക്റ്റ് കാര്യമാണ്, അത് കറക്റ്റായിട്ട് തന്നെ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സ്കൂളുകളോട് സർക്കാർ കാണിക്കുന്ന നിരന്തരമായ അവഗണനയിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിൽ ഉപവാസ സമരം നടത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ സ്പെഷ്യൽ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, നമ്മുടെ ഡിഫറെന്റ്ലി ഏബിൾ ആയിട്ടുള്ള ചിൽഡ്രൻസിന് വേണ്ടിയുള്ള സ്കൂളുകളെയാണ് നമ്മൾ സ്പെഷ്യൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പം സ്പെഷ്യൽ സ്കൂളുകളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ ഇപ്പൊ ചെയ്തു കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള പരാതി സ്പെഷ്യൽ സ്കൂളിന്റെ ഓണേഴ്സ് ആയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു സിസ്റ്റർമാരുടെ ഒരു പള്ളി വകയായിട്ടുള്ള ഒരു സ്കൂളാണത് പറയുന്നത്. അവരുടെ ഒരു കൂട്ടമാണ് ഇപ്പൊ പ്രതികരണവുമായി സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നേക്കുന്നത്. ഇതുപോലെയുള്ളവർക്കും സ്പെഷ്യൽ സ്കൂളുകൾക്ക് അവർക്ക് അവകാശപ്പെടുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്തു കൊടുക്കണം. കാരണം സമൂഹത്തിന്റെ ആളുകൾ തന്നെയാണ് ആ കുട്ടികൾ. അപ്പൊ ആ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. പാരാലിമ്പിക്സ് പോലുള്ള ഒളിമ്പിക്സ് വരെ അതിനുള്ളൊരു മാതൃകയാണ്. അപ്പൊ ലോകത്ത് തന്നെ അത്രയും കഴിവുകളും പ്രശംസനാർഹമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതുപോലത്തെയുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തേണ്ട, ഇല്ലെങ്കിൽ അവർക്ക് അവകാശമായിട്ടുള്ള കാര്യങ്ങളെങ്കിലും അവർക്ക് കൃത്യമായി എത്തിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അപ്പം അത് ലഭിക്കാത്തതില് പ്രതിഷേധം ശക്തമാകുകയാണ്. തിരുവനന്തപുരത്താണ് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളോടും അവരെ സംരക്ഷിക്കുന്ന സ്ഥാപനങ്ങളോടുമുള്ള സർക്കാരിന്റെ നിഷേധാത്മകമായ നിലപാടിൽ പ്രതിഷേധം നടക്കുകയാണ്. സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ സമരമാണ് ഭൗതിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളും അവരുടെ രക്ഷിതാക്കളും തങ്ങളുടെ അവകാശങ്ങൾക്കായി ശക്തമായി പ്രതിഷേധം ഉയർത്തിയത്. ഓക്കെ, എന്താണെങ്കിലും അത് കറക്റ്റായിട്ട് കിട്ടട്ടെ. അവകാശങ്ങൾ കൃത്യമായിട്ട് അവരിൽ എത്തണം. കാരണം ഞാൻ പറഞ്ഞല്ലോ, അവര് നമ്മുടെ സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും ഭാഗമാണ്. അപ്പൊ അവർക്ക് കിട്ടേണ്ട അവകാശമെങ്കിലും കൊടുക്കുക എന്നുള്ളത് നമ്മുടെ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. ചുമതല എന്നല്ല, ഉത്തരവാദിത്തമാണ്. ചുമതല എന്ന് പറയുമ്പോൾ അതൊരു ഇതാണ്. നമ്മൾ അവകാശം, ചുമതല എന്ന് പറയുമ്പോൾ അതൊരു ഡ്യൂട്ടി പോലെയാണ്. ഇതൊരു ഡ്യൂട്ടി അല്ല, അവരുടെ റൈറ്റ്സ് കൊടുക്കേണ്ടതാണ്. പിന്നെ നമ്മുടെ സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില വളരെ മോശമായെന്ന രീതിയിൽ ഇന്നലെ
റിപ്പോർട്ട് വന്നായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നത് പുള്ളിയുടെ ആരോഗ്യനിലയിൽ പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല എന്നാണ്. അതായത് ശ്വാസകോശ സംബന്ധമായ അണുബാധയെ തുടർന്നാണ് എയിംസ് ആശുപത്രിയിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സീതാറാം യെച്ചൂരിയെ കൊണ്ടുപോയത്. അപ്പൊ അവിടെ ചെന്നതിന് ശേഷം നില ഭയങ്കരമായിട്ട് സ്ഥിതി വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. ഇപ്പം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് അദ്ദേഹം കഴിയുന്നത്. അപ്പം എന്തും സംഭവിക്കാമെന്നുള്ള രീതിയിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആരോഗ്യപരമായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ. പിന്നെ വേറൊരു വാർത്തയെന്ന് പറഞ്ഞാൽ അല്ലലില്ലാതെ ഓണം തൊഴിലാളികൾക്ക് 67 കോടി എന്നാണ്. ഓണക്കാലത്ത് തൊഴിലാളികൾക്കായി സംസ്ഥാന സർക്കാർ അനുവദിച്ചത് 67 കോടിയുടെ ധനസഹായം. ബോണസ്, ഓണക്കിറ്റ്, സഹായധനം, വരുമാന പിന്തുണ പദ്ധതി എന്നിവ പ്രകാരമാണ് തുക അനുവദിച്ചതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. നല്ലത്. കാരണം ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു ഓണത്തിന്റെ കാര്യമല്ലേ. ഓണത്തിന്റെ പെൻഷൻ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ ഇന്നലെ നമ്മൾ വളരെ ചർച്ച ചെയ്ത കാര്യം തന്നെയാണ്. ഈ പ്രാവശ്യം കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളൊരു പഴഞ്ചൊല്ലിനെ കാണം വിറ്റിട്ട് ആരും ഓണം ഉണ്ണണ്ട എന്നാണ് സർക്കാർ പറഞ്ഞത്. കാരണം അവർക്ക് പെൻഷൻ കൊടുക്കാൻ, അവർക്ക് ഇത് ബോണസ് കൊടുക്കാനുള്ള തീരുമാനമൊക്കെ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വലിയൊരു കാര്യമല്ലേ. നമുക്ക് ബോണസ് കിട്ടുന്നില്ല, കിട്ടുന്നവർക്കെങ്കിലും കിട്ടട്ടെ. അതേസമയം തന്നെ കർഷകർക്ക് കൃത്യമായ പൈസ എത്തുന്നില്ല എന്നുള്ളൊരു പരാതികളുണ്ട്. നമ്മളെ ഓണത്തിന് എന്നാണെങ്കിലും കർഷകരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു, നമുക്ക് പച്ചക്കറി കൊണ്ടുവരാനും അരി കൊണ്ടുവരാനും ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് കർഷകരാണ്. അപ്പൊ അവർക്ക് വേണ്ടിയുള്ളൊരു ഡെവലപ്മെന്റ്സ് നമ്മളെ സർക്കാർ ഇനി ഇച്ചിരി കൂടെ നന്നായിട്ട് കൊണ്ടുവരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ചെയ്യണം സർക്കാർ, അല്ലെങ്കിൽ ഞാൻ ചെയ്യണം. നിനക്ക് പറ്റില്ലല്ലോ. അതാണ്, അതുകൊണ്ടാണ് ഞാൻ സർക്കാരിനോട് ചെയ്യാൻ പറഞ്ഞത്. അടുത്ത നമ്മുടെ വൈദ്യുതി നിരക്ക് ഭയങ്കരമായിട്ട് കൂട്ടുനിന്ന് എന്താണ് നമ്മുടെ KSEB അറിയിച്ചായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ജനങ്ങൾ ഭയങ്കര പ്രതിഷേധത്തിലാണ്. അതായത് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിനുള്ള തെളിവെടുപ്പിൽ ഉപഭോക്താക്കൾ ഭയങ്കരമായിട്ട് പ്രതിഷേധിച്ചിരിക്കുകയാണ്. നിരക്ക് കൂട്ടാനുള്ള ശുപാർശ തള്ളണമെന്ന് അവർ ഒന്നടങ്കം ആവശ്യപ്പെട്ടു. KSEB ചെയർമാൻ ബിജു പ്രഭാകറിന്റെ അവതരണം തടസ്സപ്പെടുത്താൻ ഒരു വിഭാഗം ശ്രമിച്ചത് വൻ ബഹളത്തിനിടയാക്കി. തെളിവെടുപ്പിൽ ഉടനീളം വാക്കേറ്റമുണ്ടായി. ബോർഡ് ജീവനക്കാരും തെളിവെടുപ്പിനെത്തിയ ചിലരും തമ്മിൽ ഒരു ഘട്ടത്തിൽ ഉന്തും തള്ളുമുണ്ടായി. പോലീസ് ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത്. ഈ വൈദ്യുതി നിരക്ക് കൂട്ടുക കുറയ്ക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്? അതെ, ഒരിടയ്ക്ക് ലോഡ് ഷെഡിങ് നടത്തുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് 7 തൊട്ട് 11 വരെ നമ്മൾ വൈദ്യുതിയുടെ ഉപയോഗം കുറച്ച് കുറയ്ക്കണമെന്നൊക്കെ. പണ്ട് ഒരു 3-4 മാസം മുമ്പ് ഭയങ്കര ചൂടായിരുന്ന സമയത്ത് രാത്രിയിൽ പവർ ഷട്ട് ഡൗൺ ചെയ്യാന്നുള്ളൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ചൂടുള്ള സമയത്ത് നമ്മൾ എങ്ങനെ കിടന്നുറങ്ങാൻ, ആ സമയത്ത് വരെ പവർ കട്ട് ചെയ്യുക. ഇപ്പൊ വെള്ളം കൂടി വരുമ്പോഴത്തേക്ക് അപ്പൊ ഇപ്പൊ വേറൊരു ഷെഡ് എന്നല്ലേ, കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് ചെയ്യുന്നില്ല. KSEB ഇത്തിരി കൂടെ കറക്റ്റ് ആക്കണം കേട്ടോ. അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. രാഹുൽ ഗാന്ധി അമേരിക്കയ്ക്ക് പോയി സന്ദർശനം നടത്തി അവിടുത്തെ വിദ്യാർത്ഥികളും അധ്യാപകരുമായി ഒരുപാട് സംസാരിച്ചു. അദ്ദേഹത്തിന്റെ സ്പീച്ചൊക്കെ അത്യാവശ്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതുമാണ്. ആ സ്പീച്ചിന് നമ്മുടെ രാജ്യത്ത് ഇപ്പൊ രാജ്യദ്രോഹം, തീവ്രവാദി എന്നുള്ള രീതിയിലാണ് രാഹുൽ ഗാന്ധിനെ ചിത്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. രാഹുലിന്റെ പരാമർശം രാജ്യവിരുദ്ധമാണെന്നാണ് നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിദേശത്ത് നടത്തുന്ന പരാമർശങ്ങൾ രാജ്യവിരുദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. രാഹുൽ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പരാമർശങ്ങളാണ് നടത്തുന്നതെന്നും ജനങ്ങളുടെ വികാരങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്നതാണെന്നും അമിത്ഷാ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു. പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ വിഭജനം ആഗ്രഹിക്കുന്ന ശക്തികളുമായി കൈകോർക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഇങ്ങനെ രൂക്ഷമായ വിമർശനം BJPയിലെ പല നേതാക്കന്മാരും ഇപ്പൊ ഉന്നയിക്കുന്നുണ്ട്. നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അത് വളരെ വലിയ ചർച്ചകളിലാകുകയും ചെയ്തു. അല്ലെ, വലിയ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു വിവാദങ്ങൾ എത്തുന്നുണ്ടായിരുന്നു. എന്തായിരുന്നു സ്പീച്ചുകളെല്ലാം? രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് ഇപ്പം രാഹുൽ ഗാന്ധി ഇപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ വളരെ ഉയരുന്നത് കൊണ്ടായിരിക്കാം ഭരണപക്ഷത്തിന് ഇത്രയധികം പേടി ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ആ ഉയർച്ച നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ്. അതായത് രാഹുൽ ഗാന്ധി ചിലപ്പോ ഒരു പ്രധാനമന്ത്രി ആകാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ അവർ പറയുന്നത്. മോദി ഭരണത്തിൽ വന്നിട്ട് 3ാം തവണയാണ് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു സ്ഥാനം രാഹുൽ ഗാന്ധിക്ക് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കാം ഭരണപക്ഷത്തിന് ഇത്രയധികം
പേടിയുണ്ടാകുന്നത്. അതായത് രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി ഒരു തവണ പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ദൈവം എന്നെ നേരിട്ട് അയച്ചാവുന്നുള്ള ഒരു രീതിയിലുള്ള സംസാരമൊക്കെ നരേന്ദ്രമോദി നടത്തിയിരുന്നു. അതിനെയൊക്കെ രൂക്ഷമായ വിമർശനമൊക്കെ രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു. അതായത് അമേരിക്ക പോയി സംസാരിച്ച സമയത്ത് അതിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. അതേസമയം മോദിയോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യം ഇല്ല, ഞങ്ങൾ വ്യത്യസ്തരായ കാഴ്ചപ്പാടുള്ളവരാണ്, ആ കാഴ്ചപ്പാടിനെയാണ് ഞങ്ങൾ എതിര് നിൽക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. അതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ അത് തന്നെയാണ്. പക്ഷെ ഇത് രാജ്യദ്രോഹിയാണ്, രാജ്യദ്രോഹ കുറ്റക്കാരനാണെന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു ലോജിക് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മള് രണ്ട് പക്ഷം കാണും. അതായത് എന്ത് കാര്യത്തിന് നമ്മൾ രണ്ട് പക്ഷം പറയുന്നതും രണ്ട് പക്ഷം ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിന് മറ്റേ പക്ഷം, അതായത് എന്റെ പക്ഷം ശരിയാണെന്നും മറ്റേ പക്ഷം ഭയങ്കര തെറ്റാണെന്നും അട്ടർ ഫ്ലോപ്പ് ആണെന്നൊക്കെ പറയുന്നത്, അവര് കുറ്റവാളികളാണെന്നൊക്കെ പറയുന്നത് ലോജിക്കില്ലാത്തൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലേ? രാഹുൽ ഗാന്ധിയുടെ മറ്റൊരു ന്യൂസ് ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് കണ്ടുപിടിക്കാം. എനിവേസ്, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മുടെ മണിപ്പൂർ. തുടർച്ചയായ 4ാം ദിവസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിട്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ സംസാരിച്ചായിരുന്നു, മറ്റൊരു ബംഗ്ലാദേശ് ആവുകയാണോ മണിപ്പൂർ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്. കാരണം ബംഗ്ലാദേശിലാണെങ്കിൽ പോലും തുടർച്ചയായി സ്കൂളുകളിലടക്കമുള്ള വിദ്യാർത്ഥികളാണ് പ്രക്ഷോഭത്തിന് വേണ്ടി ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു പ്രായപൂർത്തിയാകാതെ 100 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാകാതെ ഒരു 30 പേരോളം ആ ബംഗ്ലാദേശിൽ മരണപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും 7 ദിവസം കൊണ്ട് 12 പേരോളമാണ് ഇപ്പൊ മണിപ്പൂരിൽ മരണപ്പെട്ടിരിക്കുന്നത്. അതിനകത്തൊരു നമ്മുടെ പട്ടാളക്കാരൻ അടക്കമുണ്ടെന്നുള്ളത് നമുക്ക് വേദനാജനകമായ കാര്യമാണ്. കാരണം രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ജീവിച്ച ഒരു വ്യക്തിയെ സംശയാസ്പദമായി കണ്ടതിനെ തുടർന്ന് അടിച്ചു കൊന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ രാജ്യം ഇപ്പൊ ഏത് നിലയിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഒരു പട്ടാളക്കാരന് പോലും ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് മണിപ്പൂരിൽ ഉള്ളതെങ്കിൽ സാധാരണക്കാരനായ ഒരു വ്യക്തി അവിടെ എങ്ങനെ ജീവിക്കുമെന്നും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, അല്ലെ? അപ്പൊ തീർച്ചയായിട്ടും മണിപ്പൂരിനെതിരെ ഇതുവരെയും ഒരു ശക്തമായ നടപടി സ്വീകരിക്കാൻ നമ്മുടെ സർക്കാർ ഇതുവരെയും ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ തന്നെയാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതുമുണ്ട്. കാരണം അവിടെ പല പ്രശ്നങ്ങളും നടത്തുന്ന പാർട്ടികൾക്കും നമ്മുടെ സർക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണ കയ്യിലുള്ള സർക്കാർ സപ്പോർട്ട് നൽകുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ആക്രമണം ഇപ്പോഴും ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണെങ്കിലും ഇന്റർനെറ്റ് ഇതുവരെയും അവിടെ കിട്ടിയിട്ടില്ല. ഈ ഇന്റർനെറ്റ് ഒന്ന് എത്തിയാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ അവിടെ എന്താണ് നടക്കുന്നെന്നുള്ള പല കാര്യങ്ങളും നമുക്ക് പുറത്തെത്തിക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്റർനെറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കിപ്പോൾ നമ്മൾ കണ്ടതും കേട്ട് അറിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ടുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നില്ല. അത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റ് അവിടെ ശക്തമായിട്ട് വരണം. അതായത് ഇന്റർനെറ്റ് അടക്കം അവിടെ അടച്ചുപൂട്ടുമ്പോൾ അവിടുത്തെ പല വിവരങ്ങളും അവിടെ എന്താണ് സംഭവിക്കുന്നത് ഒന്നും നമുക്ക് പുറത്ത് അറിയിക്കാൻ പറ്റുന്നില്ല. അതിനെതിരെയും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധമൊക്കെ അവിടെ നടക്കുന്നുണ്ട്. മണിപ്പൂരിലെ പുതിയ അക്രമ സംഭവങ്ങൾ ആശങ്കാജനകമാണെന്ന് മേഘാലയ മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. അക്രമം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഇടപെടലുണ്ടെന്നും BJP സഖ്യകക്ഷി നേതാവ് കൂടിയായ അദ്ദേഹം പറഞ്ഞു. അതായത് BJPയിലെ അംഗങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇത് അവസാനിപ്പിക്കണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ ഇടപെടണമെന്ന്. പക്ഷെ മോദി ഇതുവരെയും ഇതിനെതിരെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന് പറയുന്നത് ഭയങ്കര വേദനാജനകമായ കാര്യം തന്നെയാണ്. മണിപ്പൂർ കലാപം കേന്ദ്രത്തിന്റെ പരാജയമാണെന്ന് കോൺഗ്രസ് ഉന്നയിക്കുകയുണ്ട്. മണിപ്പൂർ ദുരന്തത്തിന് കാരണം കേന്ദ്ര സർക്കാരാണെന്നും കോൺഗ്രസ് ആക്ഷേപിക്കുകയാണ്. സംഘർഷം തടയുന്നതിൽ സമ്പൂർണമായി പരാജയപ്പെട്ട അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കണമെന്നും കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനെറ്റ് പറഞ്ഞു. സ്വന്തം രാജ്യത്തേക്കാൾ ലോകത്തിന്റെ മറ്റിടങ്ങളിലെ സംഘർഷങ്ങളിൽ കൂടുതൽ ആശങ്കയുള്ളതിനാലാണ് പ്രധാനമന്ത്രി മോദി മണിപ്പൂർ സന്ദർശിക്കാത്തതെന്നും കൂട്ടിച്ചേർത്തു. അത് എനിക്ക് തോന്നി. അതായത് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന കലാപത്തിനെ ഒന്ന് നോക്കാനോ അതിനെതിരെ നടപടി സ്വീകരിക്കാതെ അദ്ദേഹം യുക്രൈനും റഷ്യയും തമ്മിലുള്ള പുറത്ത് വേറെ കുറെ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓടി നടക്കുക. അത് പക്ഷെ എന്താണ് നല്ലതാണ് കാര്യം. അക്രമം അവസാനിപ്പിക്കാൻ പരിശ്രമിക്കുന്നതൊക്കെ എന്തുകൊണ്ടും നല്ലതാണെന്ന് നമ്മൾ സമ്മതിച്ചു. പക്ഷെ സ്വന്തം രാജ്യത്ത് ഇതുപോലൊരു കാര്യം നടക്കുമ്പോൾ അതിനെതിരെ ശക്തമായ ഒരു നടപടിയും സ്വീകരിക്കാതെ മുന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വ്യക്തമാക്കണം. കാരണം ഇപ്പോഴും ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു ടെൻഡൻസി ഈ ഒരു സർക്കാരിനുള്ളതായിട്ട് പലപ്പോഴും ചർച്ചകളുടെ വിധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഇന്നവരുടെ മാത്രം രാജ്യമാക്കി ഇത് മാറ്റുക എന്നുള്ളൊരു ഒരു മതവിരുദ്ധത എന്ന് തന്നെ പറയേണ്ടി വരും. ഞാൻ മതം എന്ന് വ്യക്തമാക്കാത്തതിന്റെ കാരണം അതിനകത്ത് നല്ല ആൾക്കാരുണ്ട്.
അവർക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷെ ഈ ഒരു ഭരണത്തിനകത്ത് ഇതുപോലുള്ള മതം കയറ്റി ആളുകളിൽ ഒരു വർഗീയത ഉണ്ടാക്കിയെടുക്കുക, സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് ഭയങ്കര വേദനാജനകമായ കാര്യമാണ്. ആ ഒരു മതത്തിന്റെ പേരിൽ തന്നെയാണ് ഇതുപോലുള്ള അക്രമം, അതായത് വംശത്തിന്റെ ഒക്കെ പേരിലാണ് ഇത്തരത്തിലുള്ള അക്രമം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഈ മണിപ്പൂരിൽ മാത്രമല്ല പല പ്രദേശത്തും ഇതുപോലുള്ള അക്രമം നടക്കുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മതപരമായ ഇല്ലെങ്കിൽ വർഗീയപരമായ കാര്യം ഇത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് ഇങ്ങനെയുള്ള അക്രമങ്ങൾക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിറ്റീവ് വിഷയം തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണമുള്ള കേന്ദ്ര സർക്കാർ പിടിക്കുന്നതെന്നുള്ളത് ഭയങ്കര ഒരു ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ തന്നെ ചിന്തിച്ച് അതിനൊരു മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്, അല്ലേ? അതെ, വളരെയധികം. മറ്റു പ്രധാനപ്പെട്ട വാർത്ത ഏതാണ്? അതായത് നമ്മുടെ ചെന്നൈയിലെ പാമ്പൻ പാലം ഉണ്ടല്ലോ, അതിന്റെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനത്തിന് എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അതിനൊക്കെ എത്താൻ പറ്റും. ഒക്ടോബർ 2-നാണ് ചടങ്ങ് നടത്താൻ തീരുമാനം. ഇതോടെ 22 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം രാമേശ്വരത്തേക്കുള്ള തീവണ്ടി സർവീസും പുനരാരംഭിക്കും. അപ്പൊ 22 മാസമായിട്ട് രാമേശ്വരത്തേക്ക് തീവണ്ടി സർവീസ് നിർത്തിയിരിക്കുകയായിരുന്നു. അത് വീണ്ടും പുനരാരംഭിക്കാനായിട്ടുള്ള പദ്ധതി വന്നിട്ടുണ്ട്. ഇന്ത്യൻ റെയിൽവേയുടെ എഞ്ചിനീയറിംഗ് വിഭാഗമായ റെയിൽ വികാസ് നിഗം ലിമിറ്റഡ് ആണ് 535 കോടി രൂപ ചെലവിൽ പാലം പണിതിരിക്കുന്നത്. പാലത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 2.5 കിലോമീറ്റർ ആണ്. അതായത് 18.3 മീറ്റർ നീളമുള്ള 200 സ്പാനുകളാണ് ഇതിന് ഉള്ളത്. കപ്പലുകൾക്ക് വഴിയൊരുക്കുന്നതിനും ഉയർന്നു കൊടുക്കുന്ന നാവിഗേഷൻ സ്പാനിന് 60 മീറ്റർ നീളവും ഉണ്ട്. നെക്സ്റ്റ് ഒരു വാർത്തയാണ് നമ്മുടെ ബജ്രംഗ് പുനിയയുടെ ഹർജി. നഡ്ഡയുടെ പ്രതികരണം തേടി ഡൽഹി ഹൈക്കോടതി. അതായത് ബജ്രംഗ് പുനിയ തന്റെ സസ്പെൻഷനെതിരെ ഗുസ്തി താരം ബജ്രംഗ് പുനിയ സമർപ്പിച്ച ഹർജിയിൽ ദേശീയ ഉത്തേജക വിരുദ്ധ സമിതി നഡ്ഡ പ്രതികരണം തേടി ഡൽഹി ഹൈക്കോടതി. സസ്പെൻഷന് കാരണമായ പ്രശ്നം അച്ചടക്ക സമിതി രൂപീകരിച്ച് പരിശോധിക്കുകയാണ് നഡ്ഡയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞു. ബജ്രംഗ് പുനിയ ഇപ്പോ കോൺഗ്രസിലേക്ക് ഇറങ്ങി ശക്തമായ ഒരു രാഷ്ട്രീയ നിലപാടുകളിലൂടെ മുന്നേറുന്ന സമയത്ത് അടിച്ചമർത്താൻ വേണ്ടി നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ന്യൂസ് ആണെന്ന് ചിലർ ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, എന്നാണെങ്കിൽ അതിനെതിരെ ഹൈക്കോടതി പ്രതികരണം തേടിയിട്ടുണ്ട്. പിന്നെന്ത് പറഞ്ഞൊരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ നടിയും മോഡലുമായ മലൈക്ക അറോറയുടെ വളർത്തച്ഛൻ അനിൽ മേത്തയെ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നലെ അതിങ്ങനെ ന്യൂസിൽ പറയുന്നുണ്ടായിരുന്നു. ബാന്ദ്രയിലെ താമസ സ്ഥലത്താണ് സംഭവം നടന്നിരിക്കുന്നത്. കെട്ടിടത്തിന്റെ 6ാമത്തെ നിലയിൽ നിന്നാണ് വീണ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. ആശുപത്രിയിൽ അപ്പൊ തന്നെ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. സംഭവത്തിന് പിന്നിലുള്ള കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അന്വേഷണം നടക്കുകയാണെന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ച് വരികയാണ്. അതെ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഒരു ഫണ്ണാണോ അത് നോളജ് ആണോ എന്താണെന്ന് അറിയില്ല, എന്താണെങ്കിലും പറഞ്ഞുതരാം. അമേരിക്ക കണ്ടെത്തിയത് ഇന്ത്യൻ നാവികനായ വസുലിൻ എന്നാണ്. അതായത് മറ്റാരുമല്ല, നമ്മുടെ ഇന്ത്യ വിവാദ പരാമർശമായി മധ്യപ്രദേശ് മന്ത്രിയാണ് വന്നിരിക്കുന്നത്. അമേരിക്ക കണ്ടെത്തിയത് ക്രിസ്റ്റഫർ കൊളംബസ് അല്ല, ഇന്ത്യൻ നാവികനായ വസുലിൻ ആണെന്ന് മധ്യപ്രദേശ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇന്ദൻ സിംഗ് പർലെ ബർക്കുത്തുള്ള യൂണിവേഴ്സിറ്റിയിലെ ബിരുദാനന്തര ചടങ്ങിൽ പങ്കെടുക്കാനിരിക്കെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവാദ പരാമർശം. ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയത് പോർച്ചുഗീസ് നാവികനായ വാസ്കോ ഡ ഗാമയല്ലെന്നും ഗുജറാത്തിലെ വ്യാപാരി ചന്ദൻ ആണെന്നും പാർമർ പറഞ്ഞു. ചരിത്രകാരന്മാർ ഇന്ത്യയിലേക്കുള്ള കടൽപാത കണ്ടെത്തിയത് വാസ്കോ ഡ ഗാമയാണെന്ന് വിദ്യാർത്ഥികളെ തെറ്റായി പഠിപ്പിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള കടൽ മാർഗം കണ്ടെത്തിയിരുന്നില്ല. അദ്ദേഹത്തിന്റെ കപ്പലിനേക്കാൾ 3-4 മടങ്ങ് വലുപ്പമുള്ള കപ്പലുണ്ടായിരുന്ന ചന്ദൻ എന്ന ഇന്ത്യൻ കടൽ വ്യാപാരിയെ പിന്തുടരുക മാത്രമാണ് ഗാമ ചെയ്തത്. കൊളംബസ് ആണ് അമേരിക്ക കണ്ടുപിടിച്ചതെന്ന കാര്യം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് യാതൊരു ആവശ്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. ഇതിൽ എത്രത്തോളം വസ്തുത ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളത് കൊളംബസ് ആണെന്നാണ്. അമേരിക്ക കടലിനടിയിൽ അമേരിക്ക പണ്ട് കടലിനടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ എത്രത്തോളം അതിനകത്ത് അറിയില്ല. എന്താണെങ്കിലും കടലിനടി പോയി കണ്ടുപിടിച്ചായിരിക്കില്ല. എന്തായാലും അമേരിക്ക കണ്ടുപിടിച്ച കൊളംബസ് ആണ്. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ പ്രധാന, അതായത് BJPയുടെ സ്വന്തം മന്ത്രി കൂടിയാണ്. അപ്പൊ അവരെത്രത്തോളം അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചാണോ നമുക്കറിയില്ല. എന്തായാലും കണ്ടുപിടിച്ചതിന് കൈയടി അറിയിക്കുന്നു. എത്രത്തോളം വസ്തുതയുണ്ടെന്ന് തപ്പി പിടിച്ചിട്ട് ആരോടെങ്കിലും പോയി പറയാവൂ. ഓക്കെ, പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു നമ്മുടെ
PT ഉഷയ്ക്കെതിരെ വിനയ് ഫോഗട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പിന്തുണച്ചില്ല. ആശുപത്രി ഫോട്ടോ പ്രചരിപ്പിച്ചത് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയാണെന്ന് ഫോഗട്ട് PT ഉഷയ്ക്കെതിരെ പ്രതികരിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സിനിടെ ആശുപത്രിയിലെത്തി അനുവാദമില്ലാതെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയതോടെ ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ തനിക്ക് പിന്തുണ നൽകിയില്ലെന്ന് ഒളിമ്പിക്സ് ഗുസ്തിയിൽ സ്വർണ്ണ മെഡലിന് അയോഗ്യയാക്കപ്പെട്ട വിനേഷ് ഫോഗട്ട് പറയുകയാണ്. കാരണം ഇപ്പൊ വിനയ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്നതിന് ശേഷം നിരവധിയായ അക്രമങ്ങളാണ് വിനയ് ഫോഗട്ടിനെതിരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ജനങ്ങളല്ല, ഒരു എതിർ പാർട്ടി ഭയങ്കരമായിട്ടുള്ള ഒരു ആക്രമണം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ബ്രിജ്ഭൂഷണെതിരെ ശക്തമായ പ്രതികരണം നടത്തിയപ്പോൾ ഇപ്പൊ അന്നൊന്നും പ്രതികരിക്കാത്ത വ്യക്തി, അതായത് ഈ കേസിനെതിരെ ഒന്നും സംസാരിക്കാത്ത വ്യക്തി വിനയ് ഫോഗട്ട് കോൺഗ്രസിൽ ചേർന്ന് ഹരിയാനയിൽ മത്സരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് ഭയങ്കരമായിട്ട് വികാരഭരിതനായിട്ട് സംസാരിക്കുകയും വിനയ് ഫോഗട്ടിനെതിരെ ഭയങ്കരമായിട്ട് സംസാരിച്ച് ഉറപ്പായിട്ടും തോൽപ്പിക്കാൻ പറ്റും എന്നുള്ള ശക്തമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ ഇപ്പൊ PT ഉഷ ആണെങ്കിൽ പോലും നമ്മളന്ന് മത്സരത്തിന്റെ സമയത്ത് നമ്മളെല്ലാവരും കണ്ടതാണ്, ഏറ്റവും സങ്കടപ്പെട്ടിരുന്ന ഒരു അവസ്ഥയില് കൈപിടിച്ച് ഉയർത്താൻ വേണ്ടി വന്നത് വരെ ഇപ്പോൾ വിനയ് ഫോഗട്ട് പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണെന്നാണ് വിനയ് ഫോഗട്ട് പറയുന്നത്. അയോഗ്യയാക്കിയതിന് അപ്പീൽ ഫയൽ ചെയ്യേണ്ടത് ഇന്ത്യൻ അധികാരികളുടെ കടമയായിരുന്നിട്ടും താൻ സ്വന്തമായാണ് കേസ് ഫയൽ ചെയ്തതെന്നും മൂന്നാം കക്ഷിയായ പോലെയാണ് ഉഷ പെരുമാറിയതെന്നും ഫോഗട്ട് കുറ്റപ്പെടുത്തി. അത് കറക്റ്റാണ്. കാര്യം നമുക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മേധാവികളായിരിക്കും നമുക്കെതിരെ സംസാരിക്കേണ്ടത്. അതൊന്നും സംസാരിക്കാതെ എനിക്ക് തോന്നുന്നു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഫോഗട്ട് തോക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് തന്നെ പ്രവർത്തിക്കുന്നത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്ര വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു അത്. കാരണം വിനയ് ഫോഗട്ട് അന്ന് ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മൾ കണ്ടപ്പോൾ നമുക്കും ആണെങ്കിൽ പോലും ഒരു സങ്കടം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രത്തോളം ഒരു ആഗ്രഹിച്ച മെഡലായിരുന്നു, ഇന്ത്യയിലേക്ക് എത്തേണ്ട സ്വർണ്ണ മെഡലായിരുന്നു. ഒരു 100 ഗ്രാമിന്റെ പേരിൽ നഷ്ടമായി, 100 ഗ്രാം വെയിറ്റ് കൂടിയതിന്റെ പേരിൽ നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പൊ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് നമ്മുടെ ഇന്ത്യൻ സർക്കാർ സംവിധാനങ്ങളുടെ പരിശ്രമിക്കേണ്ടതായിരുന്നു. എന്നാൽ പോലും ചെയ്തില്ല. അത് മാത്രമല്ല, അതേസമയം തന്നെ വിനയ് ഫോഗട്ടിനെ കുറ്റം പറയുകയും ചെയ്തു. അത് വിനയ് ഫോഗട്ടിനെ മാത്രം തെറ്റാണെന്നുള്ള രീതിയിൽ അതിനെ കാണിക്കുകയും ചെയ്യും. പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനേഷ് ഫോഗട്ടിന്റെ തെറ്റാണെന്ന്. അതെ അതെ അതെ, അത് ഭയങ്കര പുള്ളിക്കാരി പക്ഷേ സമരമൊക്കെ ചെയ്തതിന്റെ ഒരു സമരം ചെയ്തതിന്റെ പ്രതികാരത്തിൽ ചെയ്തതായിരിക്കാനാണ് സാധ്യത. പിന്നാമ്പുറത്തെ രാഷ്ട്രീയ കളികൾ കൊണ്ടാണ് പാരീസ് ഒളിമ്പിക്സിലെ അയോഗ്യതയിൽ തന്റെ ഹൃദയം തകർന്നുവെന്ന് PT ഉഷയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി ഫോഗട്ട് വ്യക്തമാക്കി. എന്തു പിന്തുണയാണ് പാരീസിൽ തനിക്ക് ലഭിച്ചതെന്ന് അറിയില്ല. MP കൂടിയായ PT ഉഷ തന്നെ ആശുപത്രിയിൽ സന്ദർശിച്ചു. ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. തന്നോട് പറയാതെയാണ് ഫോട്ടോ എടുത്തത്. ആശുപത്രിയിലെ തന്റെ ഫോട്ടോയാണ് രാഷ്ട്രീയം കളിക്കാൻ PT ഉഷ ഭയങ്കരമായിട്ട് വൈറലായിരുന്നു. PT ഉഷ വന്ന് വിനേഷ് ഫോഗട്ടിനെ കണ്ടു എന്നുള്ള രീതിയിൽ, പക്ഷെ കണ്ടിട്ട് ബാക്കി നടപടികളൊന്നും സ്വീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിലൊരു സങ്കടം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമ്മളത് കറക്റ്റായിട്ട് നമുക്ക് ഒരു രാഷ്ട്രീയത്തിനപ്പുറം ഒരു കായിക താരം ഇല്ല, കായികത്തെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തികൾക്കും ആ ഒരു മെഡല് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു. അതിനെന്തെങ്കിലും ഒരു കൃത്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിരുന്നു. അതെ. വേറെന്താ പ്രധാനം? അതായത് നമ്മുടെ കഴിഞ്ഞ മാസത്തോട്ട് നടക്കുന്ന നമ്മുടെ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് അതിൽ ഹൈക്കോടതി പറഞ്ഞായിരുന്നല്ലോ ഡോക്ടർമാര് സമരം നിർത്തിയിട്ട് ജോലിക്ക് കയറണമെന്ന്. പക്ഷെ അവര് പറയുന്നത് അവരെ ഒരു ചർച്ചയ്ക്കാണ് ഇപ്പൊ ക്ഷണിച്ചിരിക്കുന്നത്. പക്ഷെ ഡോക്ടർമാര് പറയുന്നത് വ്യവസ്ഥകൾക്ക് വിധേയമായി മാത്രമേ ചർച്ചയിൽ പങ്കെടുക്കൂ എന്നാണ് ജൂനിയർ ഡോക്ടർമാരുടെ സംഘടന വ്യക്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ സമരം തുടരുമെന്നും പറയുന്നുണ്ട്. അതായത് ഉപാധിയോടെയുള്ള ചർച്ച പ്രായോഗികമല്ലെന്ന് സർക്കാരും വ്യക്തമാക്കി. സമരം നടത്തുന്നവർ തുറന്ന മനസ്സോടെയല്ല ചർച്ചയ്ക്ക് സന്നദ്ധരായതെന്നതിന് തെളിവാണ് ഉപാധികൾ വെച്ചതെന്ന് ആരോഗ്യമന്ത്രി ചന്ദ്രിമ ഭട്ടാചാര്യ പറഞ്ഞു. ഡോക്ടർമാർക്ക് സംസാരിക്കാൻ അവസരമൊരുക്കുമെന്ന് ചൊവ്വാഴ്ച മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരുന്നു. ഇതിനു മറുപടിയായി സംസാരിക്കാൻ തയ്യാറെന്നോണം, പക്ഷേ ചർച്ച നേരിട്ട് സംപ്രേഷണം ചെയ്യണമെന്നും ബുധനാഴ്ച ഡോക്ടർമാർ മുഖ്യമന്ത്രിക്ക് മെയിൽ അയച്ചു. തുടർന്നാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർമാരെ ചർച്ചയ്ക്ക് ക്ഷണിച്ചത്. ബുധനാഴ്ച വൈകിട്ട് 6-ന് 12-15 പേർ അടങ്ങുന്ന പ്രതിനിധി സംഘം എത്താനായിരുന്നു നിർദ്ദേശം. അപ്പൊ അവര് വീണ്ടും സമരം തുടരും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെല്ലുമായി കർഷകർ അലയേണ്ട, സൂക്ഷിച്ചിടത്ത് എത്തി സംരംഭിക്കും. കൊയ്ത്ത് കഴിഞ്ഞ് നെല്ല് സൂക്ഷിക്കാൻ കഴിയാതെ അലയേണ്ട സ്ഥിതി ഇനി കർഷകർക്കുണ്ടാകില്ല. എവിടെയാണോ നെല്ല് സൂക്ഷിക്കുന്നത് അവിടെ എത്തി സംഭരിക്കുന്ന നിലവിലെ രീതി തുടരാൻ കൊച്ചിയിൽ ചേർന്ന
പാടി മാർക്കറ്റിംഗ് ഓഫീസർമാരുടെ യോഗത്തിൽ ധാരണയായി. ഒന്നാം വിള നെല്ല് പ്രശ്നങ്ങളല്ലാതെ സംഭരിക്കും. ലോറി ലോഡി പോയിന്റ് എന്ന രജിസ്ട്രേഷൻ ഫോമിലുള്ള കോളം കർഷകർ പൂരിപ്പിക്കേണ്ട. അത് നെല്ല് സൂക്ഷിക്കുന്ന സ്ഥലം മാത്രമാണ്. അപ്പൊ കർഷകർക്ക് നെല്ല് നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞുള്ളൂ കർഷകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓണത്തിന് ചെയ്യണം എന്നുള്ളത്. അപ്പൊ കർഷകരുടെ നെല്ല് സംരക്ഷിക്കാൻ വേണ്ടി, അതായത് വിളവെടുപ്പ് സമയത്ത് നമുക്ക് ഇഷ്ടം പോലെ അരി ലഭിക്കും. അപ്പം അത് കറക്റ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ നമ്മുടെ സംസ്ഥാനത്തൊക്കെ വേണം. അപ്പം അതിനുവേണ്ടി ഒരു കൃത്യമായ പോയിന്റ് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നല്ല കാര്യമാണ്. അതുപോലെ ഓണത്തിന് വിപണി കഴുത്തറക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണക്കാലത്ത് പൊതുവിപണി ജനങ്ങളുടെ കഴുത്തറക്കാതിരിക്കാൻ കർശന നടപടികളുമായി ജില്ലാ ഭരണകേന്ദ്രം. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായി കളക്ടർ പ്രത്യേക സംഘം രൂപീകരിച്ചു. ജില്ലയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും സ്ക്വാഡ് പരിശോധന നടത്തും. ഭക്ഷ്യ പൊതുവിതരണ ഉപഭോക്തൃ വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ലീഗൽ മെട്രോളജി വകുപ്പ് എന്നിവയുടെ സംയുക്തമായ പരിശോധന നടത്തും. ഓക്കെ, ഓണത്തിന് അല്ലെങ്കിലും വിപണി ഇനി ആക്റ്റീവ് ആകുമ്പോൾ ഇന്നലെ നമ്മൾ സംസാരിച്ചായിരുന്നു. ഇങ്ങനെ സംസാരിച്ചാൽ മാത്രമല്ല, എല്ലാ പത്രങ്ങളുടെ പ്രമുഖ പേജുകളുടെ ഫ്രണ്ട് പേജിൽ തന്നെ ഇഷ്ടംപോലെ പരസ്യങ്ങളുമുണ്ട്. അപ്പൊ വിപണി ആക്റ്റീവ് ആകാൻ പോവാണ്. അതിന് പക്ഷേ ആക്റ്റീവ് ആകുമ്പോൾ തന്നെ നമ്മളെ പറ്റിക്കാനും വേണ്ടി കുറെ പേര് നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ പറ്റിക്കുന്നവർ മനസ്സിലാക്കുക, നിങ്ങളെ പിടിക്കാൻ വേണ്ടി പോലീസിന്റെ അടുത്ത നടപടികളും ഉണ്ടെന്ന് മനസ്സിലാക്കുക. എന്തെങ്കിലും രീതിയിൽ പറ്റിക്കപ്പെട്ട കൺസ്യൂമർ കോർട്ടിൽ പോകും, അതിന്റെ ഇരട്ടി പൈസ നിങ്ങൾ ചെലവാക്കേണ്ടി വരും. അതുകൊണ്ട് ആ പറ്റിക്കാനും പറ്റിക്കാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഓണത്തിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇപ്പൊ പൂക്കൾക്കൊക്കെ വലിയ ഡിമാൻഡാണ്. ഇപ്പൊ കോളേജുകളിലും സ്കൂളിലൊക്കെ പൂക്കള്, ഡ്രസ്സ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ഡിമാൻഡ് വരുന്നുണ്ട്. അതുകൊണ്ട് അതിനൊക്കെ ഒരു ആഘോഷ രാവെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നെ ഈ ഓണത്തിന്റെ ന്യൂസ് എന്ന് പറയുമ്പോൾ ഒരു വേദനാജനകമായ കാര്യം എന്ന് പറഞ്ഞു, വേദനാജനകമാണ്, എന്നാൽ പോലും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വടംവലിയൊക്കെ നമ്മള് ഭയങ്കര എല്ലാ വർഷവും നടത്തുന്നതാണല്ലോ. അപ്പൊ വടം വലിച്ച് ഒരു പ്രൊഫസർ, വടംവലി മത്സരത്തിനിടെ അസിസ്റ്റന്റ് പ്രൊഫസർ കുഴഞ്ഞു വീണ് മരിച്ചു. ഓണാഘോഷത്തിന്റെ ഭാഗമായി നടന്ന വടംവലി മത്സരത്തിനിടെ കോളേജ് അധ്യാപകൻ കുഴഞ്ഞു വീണ് മരിച്ചു. തേവര SH കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ തൊടുപുഴ നാഗമ്പുഴ വെട്ടുപറയ്ക്ക് വീട്ടിൽ പരേതനായ വർക്കിയുടെ മകൻ ജെയിംസ് V. ജോർജ് ആണ് മരിച്ചത്. ഇന്നലെ കോളേജിൽ നടന്ന അധ്യാപകരുടെ ഓണാഘോഷത്തിൽ വടംവലി മത്സരത്തിൽ പങ്കെടുത്ത ഉടൻ തലകറങ്ങി വീഴുകയായിരുന്നു. ഉടൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിച്ചെങ്കിലും മരണം സംഭവിച്ചു. അപ്പോൾ ഞാനിതിപ്പോ എടുത്തു പറഞ്ഞതായിരുന്നു, നമ്മൾ ഈ വടംവലിയൊക്കെ നമുക്കൊരു ആവേശമാണ്. എല്ലാ വർഷവും നമ്മൾക്ക് ഈ വടംവലിയൊക്കെ ഭയങ്കര ആഘോഷമായ കാര്യം തന്നെയാണ്. അപ്പോൾ വടംവലി ഇല്ലാതെ നമ്മൾ ആഘോഷമില്ല. പക്ഷെ അപ്പൊ നമ്മൾ അതേസമയം തന്നെ നമ്മുടെ ആരോഗ്യം കൂടെ അതിനകത്ത് ശ്രദ്ധിക്കണം എന്നുള്ളത്, ശ്രദ്ധിക്കാന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത്. എന്താണെങ്കിലും ആരോഗ്യം കൂടെ ശ്രദ്ധിച്ച് ഓണാഘോഷം. പിന്നെ നമ്മൾ ഇന്നലെ മുതൽ കേൾക്കുന്നതാണ് എറണാകുളത്ത് നിന്ന് ഒരു യുവതിയെ കാണാതായി എന്ന്, അവരുടെ മൃതദേഹം കണ്ടെത്തി. അപ്പൊ അവരെ ക്രൂരമായിട്ട് കൊന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നത്. അതായത് വാരിയല് പൂർണ്ണമായിട്ടും തകർന്നിട്ടുണ്ട്, കൈയും കഴുത്തും ഒടിഞ്ഞു. മരണശേഷം ഇടതുകൈ പിന്നിലേക്ക് വലിച്ചൊടിച്ചതാകാം എന്നാണ് പറയുന്നത്. മൃതദേഹം ഒളിപ്പിക്കാനുള്ള ശ്രമത്തിനിടെ കൈ ഒടിയാനുള്ള സാധ്യതയും തള്ളിക്കളയുന്നില്ല. അപ്പൊ അവരെ ഭയങ്കരമായിട്ട് ബ്രൂട്ടലായിട്ട് കൊന്നു എന്ന് തന്നെ വേണം പറയാൻ. അത് എന്തിനു വേണ്ടിയാ കൊല്ലപ്പെട്ടതെന്നുള്ള ഇനി ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമ്മളിപ്പോ പ്രതികൾ എന്ന് പറയപ്പെടുന്ന 2 പേരുണ്ട്. അവരെ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിന്റെ ബാക്കി അപ്ഡേഷൻ എന്താണെന്ന് ഒളിവിലാണ്. മാത്യൂസും ഭാര്യ കർണാടക ഉടുപ്പി സ്വദേശിനി ശർമ്മള, ഇവർ രണ്ടുപേരും ഇപ്പം ഒളിവിലാണ്. അവരെ തേടി പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എന്താണെങ്കിലും പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു നരബലി പോലുള്ള കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നടന്നത്. ഇലന്തൂരുള്ളത് അത് വലിയൊരു സംഭവമായിരുന്നു. നമ്മുടെ മനസാക്ഷിയെ തന്നെ നെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു അന്ന് നടന്നത്. അതുപോലെ തന്നെ ഇത് എന്താണെന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. ഇനി നരബലി പോലുള്ള ഒരു കാര്യമാണ് ഇതെന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം. കാരണം ഇനിയും ഇതുപോലുള്ള കാര്യങ്ങൾ, ഒരുപാട് അന്ധവിശ്വാസങ്ങൾ നമ്മുടെ ചുറ്റും ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ ശക്തമായ ഒരു പ്രതികരണ നടപടികൾ, അതായത് ഇപ്പൊ വിശ്വാസം നല്ലതാണ്, അന്ധവിശ്വാസമാകുമ്പോഴാണ് പ്രശ്നമാകുന്നത്. അന്ധവിശ്വാസത്തിനെതിരെ, അതായത് ഇതുപോലുള്ള നരബലികൾ, മറ്റുള്ള ഒരാളുടെ ജീവനോ ഇങ്ങനെ ഭീഷണിയാകുന്ന ഏത് തരത്തിലുള്ള നടപടികളും നമ്മൾ ഇല്ലാതാക്കാൻ നമ്മൾ പ്രത്യേകം പരിശ്രമിക്കണം. അല്ലേ? അതെ. പക്ഷെ അത് കൂടി വരുന്ന ഒരു ടെൻഡൻസിയാണ് ഇപ്പൊ കാണുന്നത്. ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ നാട്ടിൽ മുഴുവൻ ഉള്ളത്. അതാണ് അതിന്റെ ഇതൊരു നരബലിയാണെങ്കിൽ അതൊരു ശക്തമായ പ്രതികരണം തന്നെ വരണം. കാരണം കൂടി വരുന്ന സാഹചര്യം ഭയങ്കര ഭീഷണിയാകും നമുക്ക്. നമുക്കപ്പോൾ സ്പോർട്സിലേക്ക് പോകാലോ? എന്താണെന്ന് അറിയില്ല, സ്പോർട്സ് ഒത്തിരി സ്പോർട്സ് എനിക്ക് വലിയ പിടിയില്ലാത്തൊരു, എനിക്കും പിടിയില്ല. പിടിയുള്ള ആള് നമ്മുടെ അടുത്ത് ഇല്ല, അത് വേറൊരു കാര്യം.
നമുക്കറിയാം, എന്നാലും കുഴപ്പമില്ല, അറിയാവുന്ന പോലെ നമുക്കറിയാം. ഓക്കെ ഓക്കെ. പ്രധാനപ്പെട്ട സ്പോർട്സിലെ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് പറയാൻ പറ്റുന്ന 4ാമത് സാഫ് ജൂനിയർ അത്ലറ്റ്സിന്റെ ആദ്യ ദിനം 4 റെക്കോർഡുകൾ തകർന്നു വീണു. ഇന്ത്യയുടെ 2 താരങ്ങൾ റെക്കോർഡോടെ സ്വർണത്തിൽ മുത്തമിട്ടു. പുരുഷ ഷോട്ട് പുട്ട് ജൂനിയർ വിഭാഗത്തിൽ ഇന്ത്യയുടെ സിദ്ധാർത്ഥ് ചൌധരി 19.19 മീറ്റർ കുറിച്ചാണ് റെക്കോർഡ് സ്വർണം കഴുത്തിലണിഞ്ഞത്. 2018 ബഹുദലെ കുറിച്ച 18.53 മീറ്റർ എന്ന റെക്കോർഡ് പഴങ്കഥയാക്കി. ഈ ഇനത്തിൽ ഇന്ത്യയുടെ അനുരാഗ് സിംഗ് ആണ് വെള്ളി നേടിയത്. അപ്പം സ്വർണവും വെള്ളിയും നമ്മൾ നേടി. അതെ. പെൺകുട്ടികളുടെ ഹൈ ജമ്പിൽ ഇന്ത്യയുടെ പൂജ മീഡ് റെക്കോർഡിൽ സ്വർണത്തിലെത്തി. 1.80 മീറ്റർ കുറിച്ചാണ് പൂജയുടെ സ്വർണ്ണ നേട്ടം. പെറുവിലെ ലിമായിൽ നടന്ന അണ്ടർ 20 ലോക ചാമ്പ്യൻഷിപ്പിൽ 1.83 മീറ്ററുമായി ദേശീയ റെക്കോർഡ് പുതുക്കിയ ശേഷമാണ് പൂജ സാഫ് പോരാട്ടത്തിനെത്തിയത്. പെൺകുട്ടികളുടെ 800 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ ലക്ഷ്മി പ്രിയ വെള്ളി കിട്ടി, സ്വർണം കിട്ടി. അതെ. ശ്രീലങ്കയുടെ അഭിഷേക പ്രേമാരിക്കാണ് സ്വർണം. ആ സമയത്ത് ശ്രീലങ്കക്കാരിക്കാണ് സ്വർണം കിട്ടിയത്. വേഗമേറിയ താരങ്ങളെ നിശ്ചയിച്ച വനിതാ 100 മീറ്റർ ഇന്ത്യയുടെ അഭിനയ രാജ റെക്കോർഡോടെ സ്വർണ്ണമണിഞ്ഞു. അപ്പൊ നിരവധി സ്വർണ്ണങ്ങളുണ്ട് നമുക്ക്. ജൂനിയർ അത്ലറ്റിക്സ് ആണ്. അപ്പം നമ്മളെക്കാളും പ്രായം കുറഞ്ഞ കഴിവുള്ള കുട്ടികൾ ലോകത്തിന് മുന്നിൽ തിളങ്ങട്ടെ, അല്ലേ? പ്രശ്നമൊന്നുമില്ല. പിന്നെന്താ വേറൊരു പ്രധാനപ്പെട്ട ന്യൂസ്, ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീലും അർജന്റീനയും തോറ്റു എന്നാണ്. ഞാനത് പറയാൻ മറന്നുപോയി. ഇത് നമ്മുടെ പുതിയ സ്പോർട്സിനെ പറ്റി ജ്ഞാനമുള്ള കുട്ടിയാണ് കേട്ടോ, ഞങ്ങളതൊന്നും പറയാൻ മറന്നുപോയി. അതെ, ഞങ്ങൾക്ക് അനൂപിന്റെ പകരം എന്തേ സ്പോർട്സിൽ വന്നിട്ടുണ്ട്. ഫുട്ബോളിനെ പറ്റി പറയും. ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാർക്ക് കാലിടറി. അർജന്റീനയും ബ്രസീലും ഒരേ ദിനം തോറ്റു. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ ബ്രസീലിനെ പരേഗ 1 ഗോളിന് തീർത്തപ്പോൾ ചാമ്പ്യന്മാരായ അർജന്റീന കൊളംബിയയ്ക്ക് മുന്നിൽ വീണു. അപ്പം ലോകകപ്പ് യോഗ്യതാ റൗണ്ടിൽ ബ്രസീലും അർജന്റീനയും തോറ്റിരിക്കുകയാണ്. സ്നേഹം, അതാണ് സ്നേഹം. രണ്ടുപേരും ഒരുമിച്ച് തോറ്റു. രണ്ടുപേരും ജയിക്കത്തില്ല, തോറ്റില്ല. പിന്നെ അടുത്തൊരു പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് 2020 അദാനി ട്രിവാൻഡ്രം റോയൽസ് 8 വിക്കറ്റിന് ഫിനേസ് തൃശ്ശൂരിനെ തോൽപ്പിച്ചു. അതൊരു നല്ല കാര്യമാണ്. നല്ല കാര്യമല്ല, അതൊരു അപ്ഡേഷൻ ആണ്. പിന്നെ ഹോക്കി, ഇന്ത്യ സെമിയിൽ കയറി. ഏഷ്യ പുരുഷ ചാമ്പ്യൻ ട്രോഫി ഹോക്കിയിൽ ഇന്ത്യ സെമി ഫൈനൽ ബർത്ത് ഉറപ്പിച്ചു. ഗ്രൂപ്പ് ഘട്ടത്തിൽ തുടർച്ചയായ 3ാം ജയം നേടിയാണ് പാരീസ് ഒളിമ്പിക്സിലെ വെങ്കല മെഡൽ ജേതാക്കളായ ഇന്ത്യ സെമിയിലേക്ക് മാർച്ച് ചെയ്തത്. ചാമ്പ്യൻസ് ട്രോഫിയുടെ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ 3ാം മത്സരത്തിൽ 8-1 മലേഷ്യയെ തകർത്തു. ഇന്ത്യക്കായി രാജ്കുമാർ പൽ ഹാട്രിക് സ്വന്തമാക്കി. നേരത്തെ ചൈനയും ജപ്പാനും ഇന്ത്യയെ തോൽപ്പിച്ചിരുന്നു. എന്താണെങ്കിൽ നമ്മുടെ തന്നെ സ്വന്തം കളിയായി ഹോക്കിനെ നമ്മുടെ കേരളത്തിൽ സെമിയിലേക്ക് കേറിയിരിക്കുകയാണ്. അതെന്തായാലും അർഹിക്കുന്ന കാര്യമാണ്. ശ്രീജേഷൻ ഇപ്പോഴും ഒരു വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ നല്ല കളിക്കാരെ ഇപ്പോഴും നമ്മൾ വളർത്തുന്നില്ല എന്നുള്ളൊരു വേദന അദ്ദേഹം പങ്കുവച്ചിരുന്നു. അപ്പൊ ഹോക്കി പോലുള്ള കളികളിലേക്ക് ഇനിയും ആളുകൾ എത്തട്ടെ, അല്ലേ? അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് വാർത്തകളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട വാർത്ത, വാർത്തയല്ല, ഒരു എന്റർടൈൻമെന്റ് ന്യൂസ് ആണെന്ന് പറയാം. നമ്മുടെ സ്വന്തം കിഷ്കിന്ദ ഇന്ന് റിലീസ് ആവുകയാണ്. അപ്പം കിഷ്കിന്ദ റിലീസ് ആവുകയാണ്. അപ്പൊ എല്ലാവരും തൊട്ടടുത്ത എല്ലാ തിയേറ്ററിലും ഉണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് വെക്കും. ബുക്ക് ചെയ്ത് എല്ലാവരും പോയി കാണുക. അതെ, ഇന്ന് 11 മണിക്കൊക്കെ ഷോ ഉണ്ട്. എല്ലായിടത്തും പോയി കാണുക. നല്ല പടമാണ്. മാത്രല്ല ടോവിനോടെ ARM ഇന്ന് റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ 2 പടവും പോയി കാണുക. കിഷ്കിന്ദ ഓഫ് കാണുക. ARM 3D ആണ്, അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും പോയി കാണണം. കിഷ്കിന്ദ കാണണം. ഓക്കെ, കിഷ്കിന്ദ നാച്ചുറൽ ആയിട്ടൊരു നല്ല പടമാണ്. 2 നന്നായിട്ട് പോയി കാണുക. എല്ലാവരും എൻജോയ് ചെയ്യുക. ഓണത്തിന് ഇറങ്ങിയ സിനിമയാണ്. അപ്പൊ ഓണത്തിന്റെ ഒരു ആവേശം നമ്മുടെ സിനിമയിലും കാണണം, അല്ലേ? അതെ. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ പ്രധാനപ്പെട്ട ഞാൻ പ്രത്യേകിച്ച്